ഹലോ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റിയായ ചിക്കൻ കറിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു വേണ്ടി ഞാൻ വലിയ 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും 3/4 ടീസ്പൂൺ ഇഞ്ചിയും കുറച്ച് കരിവേപ്പിലയും 2 വലിയ തക്കാളിയും. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇഞ്ചി ഇടാം. ആദ്യം തന്നെ ഉള്ളി ഇടാം. അപ്പോൾ ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ ബാക്കി ചേരുവകളെല്ലാം ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനു വേണ്ടി തീ ലേശം കുറച്ച് വെക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. വഴന്നതിന് ശേഷം അടുത്ത പൊടികൾ ഇട്ട് കൊടുക്കാം. ശേഷം തീ കൂട്ടി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്തത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം നല്ലോണം നല്ലപോലെ തക്കാളി ഇട്ടൊന്ന് വെന്തടഞ്ഞ് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പം നമ്മുടെ മസാല ഇവിടെ നല്ലപോലെ ഉടഞ്ഞ് തക്കാളി ഉള്ളി നല്ലോണം ഉടഞ്ഞ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലൊരു 10 മിനിറ്റ് കടന്നൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഗ്രേവിക്ക് പാകത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഗ്രേവി പിടിച്ചിട്ടുണ്ട്. ചിക്കനിൽ ഇനി 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ കിടന്ന് വേവട്ടെ. ഇതിവിടെ കിടന്ന് ഒരു കേബേജിൻ്റെ പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു ചട്ടി വെച്ച് കടുകിട്ട് കൂട്ടുന്നതോടൊപ്പം ലേശം ഉഴുന്നുപരിപ്പും കൂടി ഇടുകയാണ്. അതിനുശേഷം കറിവേപ്പില പച്ചമുളകാണ് ഇടുന്നത്. ശേഷം കുറച്ച് വലിയുള്ളി ചതാക്കി മുറിച്ചിട്ടിട്ട് മീഡിയം ഉള്ളി ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം.
ഇതിലിട്ടിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് കേബേജ് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ആവിക്ക് ചെറിയ തീയിൽ ആവിക്ക് വേവിക്കാം. കേബേജ് തോരൻ ഇവിടെ ആയി. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ചെറുതായി ചൂടാക്കി ഇറക്കി വെക്കാം. തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തുക്കുന്ന നോക്കാം. ചിക്കൻ ഇവിടെ റെഡിയായി. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പിടാം. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി അപ്പം ഇതാ നമ്മുടെ സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി.